ഇതൊരു പോത്തിന്റെ കണ്ണാണ്. ഇത് 2 ദിവസങ്ങൾക്ക് മുൻപ് ഞങ്ങളുടെ ഒരു എക്സിബിഷന്റെ ഭാഗമായിട്ട് എടുത്തിട്ടുള്ള കണ്ണാണ്. ഈ കണ്ണില് ഞാൻ ഇത് 2ആയിട്ട് മുറിച്ച ഒരു കണ്ണിന്റെ ഭാഗം കാണിച്ചു തരാം. ഇത് നമ്മൾ 2ആയിട്ട് മുറിച്ചിട്ടുള്ള ഒരു കണ്ണിന്റെ ഭാഗമാണ്. ഈ കണ്ണിനുള്ളിൽ നിന്നും നമുക്ക് ലഭിച്ചിട്ടുള്ള ലെൻസാണിത്. ഒന്ന് സൂം ചെയ്ത് കറക്റ്റായിട്ട് ക്ലാരിറ്റിയിൽ കാണിച്ച് ടച്ച് ചെയ്താൽ മതി, ക്ലാരിറ്റി വരും. ഇത് കണ്ണിനുള്ളിലെ ലെൻസാണ്. അതായത് നമ്മൾ കാണാൻ സഹായിക്കും. നമ്മുടെ എല്ലാം കണ്ണിനുള്ളിലുണ്ട്. ഇത് പോത്തിന്റെ ഉള്ളിലെ കണ്ണിന്റെ ഉള്ളിലെ ലെൻസാണ്. നമ്മുടെ കണ്ണിന്റെ ഉള്ളിലും ഇതുപോലത്തെ ലെൻസ് ഉണ്ട്. ഇതിനാണ് തിമിരം ബാധിക്കുക. ഈ ഒരു ലെൻസാണ് പ്രകാശത്തെ കൃത്യമായി ഫോക്കസ് ചെയ്ത് നമുക്ക് കാഴ്ച എന്ന് പറയുന്ന ഒരു പ്രതിഭാസത്തെ ഉണ്ടാക്കി തരുന്നത്. ഈ ഒരു ലെൻസാണ്. അപ്പൊ നമ്മുടെ എല്ലാവരുടെയും കണ്ണിനുള്ളിൽ ഈ ലെൻസ് ഉണ്ട്. ഇത് തന്നെ ദൈവത്തിന്റെ വലിയൊരു ദൃഷ്ടാന്തമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഇതുപോലൊരു ലെൻസിനെ കൃത്യമായ രീതിയിൽ നമ്മുടെ കണ്ണിനുള്ളിൽ ഘടിപ്പിച്ചിരിക്കുന്ന സൃഷ്ടാവിനെ നമ്മൾ മറന്നുപോയാൽ അത് വളരെ വലിയൊരു നഷ്ടം തന്നെയായിരിക്കും എന്ന് പറയാനുള്ളൂ. പ്രത്യേകിച്ച് വേറൊന്നും ഇതുപോലുള്ള കാര്യങ്ങൾ കാണുന്ന സമയത്ത്, ഒരു ജീവിയെ കാണുന്ന സമയത്ത് പ്രത്യേകിച്ച് നമുക്ക് വേറൊന്നും പറയാൻ കഴിയില്ല. കാരണം അത്രയ്ക്ക് അത്ഭുതങ്ങളിൽ അത്ഭുതമാണ് ഈ ഒരു ജീവി എന്ന് പറഞ്ഞാൽ. നിങ്ങൾക്ക് ഇപ്പൊ കാണാൻ കഴിയുന്നത് കണ്ണിന്റെ ഉൾവശമാണ്. ഒന്ന് ഫോക്കസ് ചെയ്യാമോ? കണ്ണിനുള്ളിൽ സൂം ചെയ്ത് ഇതിപ്പോ കണ്ണിന്റെ ഉൾവശമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഈ കാണുന്നത് കണ്ണിന്റെ ഉൾവശമാണ്. ഇത് ഒന്ന് ക്ലാരിറ്റി ഇതിൽ നിങ്ങൾക്ക് ഇവിടെ ഈ വൈറ്റ് ആയിട്ട് കാണാൻ പറ്റുന്നതാണ് ഒപ്റ്റിക് ഡിസ്ക് എന്ന് പറയുന്ന ഭാഗം. ഈ ഒപ്റ്റിക് ഡിസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ കണ്ണിൽ നിന്നും തലച്ചോറിലേക്ക് ഞരമ്പുകളെ കൊണ്ടുപോകുന്ന ഭാഗമാണ് ഈ ഒപ്റ്റിക് ഡിസ്ക് എന്ന് പറയുന്ന ഈ ഒരു ഭാഗം ഉള്ളത്. ഇതിന്റെ ഉള്ളിലെ കുറെ ഭാഗം പോയിട്ടുണ്ട്. മാക്കുല എന്ന് പറയുന്ന ഏറ്റവും കൂടുതൽ കാഴ്ച കാണാൻ പറ്റുന്ന ഏരിയയൊക്കെ നമുക്ക് ഇവിടെ കാണേണ്ടതാണ്. പക്ഷെ കുറെ ഭാഗങ്ങൾ അത് ക്ലാരിറ്റി ഇല്ലാതായി പോയിട്ടുണ്ട്. അപ്പോ ഒരു പോത്തിന്റെ കണ്ണാണിത്. നമ്മുടെ കണ്ണിന് കുറച്ചൊക്കെ വ്യത്യാസങ്ങളുണ്ട്. ദൈവത്തിന്റെ വലിയ ദൃഷ്ടാന്തമാണ് നമ്മുടെ ശരീരം. നമ്മുടെ ശരീരത്തെ കുറിച്ച് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സൃഷ്ടാവിനെ കുറിച്ച് മനസ്സിലാക്കാൻ കഴിയും. എവല്യൂഷൻ അല്ലെങ്കിൽ പരിണാമം എന്ന് പറയുന്ന ഒരു നോർമൽ പ്രോസസ്സാണ്.